Welcome to tensor analysis. ഈ കോൺട്രാവേരിയൻറ്റ് ടെൻസർ, കോവേരിയൻറ്റ് ടെൻസർ, ഇങ്ങനെ രണ്ട് ക്ലാസ് ടെൻസേഴ്സ് ഉണ്ട്. ഒന്ന് കോവേരിയൻ്റ് എന്ന് പറയുമ്പോൾ അത് സ്കെയിലാർ പോയിൻ്റ് ഫങ്ഷനിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കാവുന്നതാണ്. കോൺട്രാവേരിയൻറ്റ് ടെൻസർ അത് നമുക്ക് ഇന്ന് എന്താണെന്ന് കാണാം. കോവേരിയൻറ്റും പിന്നെ ടെൻസർ ആൾജിബ്ര ഇതെല്ലാം അടുത്ത പോസ്റ്റിങ്സിൽ കാണാം. ഇതിപ്പോൾ കോൺട്രാവേരിയൻറ്റ് ടെൻസർ എന്താണെന്ന് കാണാം. ഒരു 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം എക്സ് വൈ ഇസഡ് ആദ്യം ഒന്ന് എടുക്കുക. അതിൽ ഒരു സ്പേസ് കർവ് എന്ന് പറയുമ്പോൾ ഒരു പ്ലെയിനിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. നമ്മൾ എയറിൽ ഇങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീശിക്കഴിഞ്ഞാൽ അതൊരു സ്പേസ് കർവാണ്. ഈ സ്പേസ് കർവിൻ്റെ ഇക്വേഷൻ ഫങ്ഷണൽ ഫോമിൽ പറഞ്ഞാൽ x equals x of t, function of t, y equals y of t, z equals z of t, where t is a parameter. അതിപ്പോൾ പാരാമെട്രിക് ഫോമിലുള്ള ഇക്വേഷൻസാണ്. ആ കർവിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഇതിന് ഓരോ രൂപങ്ങൾ വരും. നമ്മൾ ജനറലായിട്ട് ഇങ്ങനെ ഫങ്ഷണൽ ഫോമിൽ പറയുന്നു. എങ്കിൽ നമുക്കറിയാം ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി എക്സ് കമ്പോണൻ്റ് ഓഫ് ദി ടാൻജൻഷ്യൽ വെക്റ്റർ, ടാൻജൻറ്റ് വെക്റ്റർ. dy by dt is the y component of the tangent vector and dz by dt is the z component of the tangent. അപ്പോൾ ഈ സ്പേസ് കർവിൻ്റെ ടാൻജൻറ്റ് വെക്ടറിൻ്റെ കമ്പോണൻസാണ് ഡി എക്സ് ബൈ ഡി ടി, ഡി വൈ ബൈ ഡി ടി, ഡി ഇസഡ് ബൈ ഡി ടി എന്ന് പറയുന്നത്. നമുക്കറിയാം ഡി വൈ ബൈ ഡി എക്സ് എന്നൊക്കെ പറയുന്ന ടാൻജൻ്റ് എന്ന് കേട്ടിട്ടുണ്ട്. ഇനിയും ഈ വേരിയബിൾസ് നമ്മൾ സാധാരണ ഈ ഡയമെൻഷണൽ വെക്ടർ സ്പേസസ് ഉപയോഗിച്ചാണ് നമ്മൾ ടെൻസർ ചർച്ച ചെയ്യുക. അപ്പോൾ എക്സ് വൈ ഇസഡ് എന്നുള്ളത് പുതിയ നോട്ടേഷൻ കൊടുക്കാൻ നേരത്തെ നമ്മൾ കൊടുത്ത എക്സ് ഈസ് പുട്ട് ആസ് x1, y ഈസ് ഗിവൺ ആസ് x2, z ആസ് x3. Then the components of the tangent vector are dx1 by dt, dx2 by dt and dx3 by dt. ഇത് സ്ക്വയറും ക്യൂബും ഒന്നും അല്ല, x2 x3 സൂപ്പർ സ്ക്രിപ്റ്റായിട്ട് എഴുതുന്നത് മാത്രം. ഇനി ജനറലൈസ് ചെയ്യുന്ന എൻ ട്യൂപ്പിൾ, എൻ ഡയമെൻഷണൽ സ്പേസിലേക്ക് ഞാൻ ഇത് വെക്ടർ സ്പേസ് ഒരു പോസ്റ്റിംഗ് ഞാൻ നടത്തിയിട്ടുണ്ട്. അത് കണ്ടിന്യൂ, അടുത്ത പോസ്റ്റിംഗ് ഉടനെ വരുന്നുണ്ട്. എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസ്, അത് വെക്ടർ സ്പേസ് എന്ന് പറയുമ്പോൾ അതൊരു സ്പേസ് എന്ന് പറയുന്ന ഒരു സാങ്കല്പികമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ്. എൻ കോർഡിനേറ്റ്സ് എന്ന് അതിന് അർത്ഥമുള്ളൂ. അപ്പോൾ ജനറലൈസിങ് എൻ ട്യൂപ്പിൾ എൻ ഡയമെൻഷണൽ സ്പേസ് വി ഹാവ് എ ടാൻജൻറ്റ് വെക്ടർ. അപ്പോൾ നമുക്ക് ഡി എക്സ് വൺ ബൈ ഡി ടി, ഡി എക്സ് ടു ബൈ ഡി ടി, ഡി എക്സ് ത്രീ ബൈ ഡി ടി, ഡി എക്സ് ഫോർ ബൈ ഡി ടി എക്സെട്ര ഡി എക്സ് എൻ ബൈ ഡി ടി, ഇങ്ങനെ എൻ കമ്പോണൻസ് വരും ടാൻജൻറ്റ് വെക്ടറിന്, ഒരു ടാൻജൻറ്റ് സ്പേസ് കർവിൻ്റെ ഒരു ടാൻജൻറ്റ് വെക്ടറിന്. അപ്പോൾ generalizing to an n tuple we have a tangent vector to the space curve with components generalized dxi by dt എന്നെഴുതാം, where i equals 1 2 etc n. We call this space as the x coordinate system എന്നങ്ങോട്ട് വിളിക്കുന്നു. അപ്പോൾ ഈ x1 x2 x3 etc xn ഈ കോർഡിനേറ്റ്സ് ഉള്ള ഈ സാങ്കല്പിക സ്പേസിന് ഒരു ഗ്രൂപ്പ് ഓഫ് കോർഡിനേറ്റ്സ് എന്നുള്ളൂ. അതിനെ നമ്മൾ എക്സ് കോർഡിനേറ്റ് സിസ്റ്റം എന്നങ്ങോട്ട് വിളിക്കുന്നു. ഇതിനെ നമുക്കൊന്ന് ട്രാൻസ്ഫോം ചെയ്യണം ടു അനദർ കോർഡിനേറ്റ് സിസ്റ്റം കോൾഡ് വൈ സിസ്റ്റം. അവിടുത്തെ കോർഡിനേറ്റ്സ് y1 y2 y3 എക്സെട്ര yn. ഇപ്പോൾ let us transform the coordinates to a y system
using the transformation equation yi equals yi function of x1 x2 etc. xn. ഈ ഐ എന്ന് പറയുന്നത് 1 2 3 വരും. അപ്പോൾ y1 ഈക്വൽസ് y1 ഓഫ് x1 x2 x3 എക്സെട്ര xn, y2 ഈക്വൽസ് y2 ഓഫ് x1 x2 x3 എക്സെട്ര. ഇതിനകത്ത് നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷനൊക്കെ കണ്ടിട്ടുള്ള ജനറലായിട്ട് YIT എന്ന് എഴുതും. ഇവിടെ ഒരു ഒബ്സർവർ, ഈ സിസ്റ്റത്തിലെ ഒരു ഒബ്സർവർ ഈ സ്പേസ് കർവിൻ്റെ, നമ്മൾ ചർച്ച ചെയ്ത സ്പേസ് കർവിൻ്റെ ടാൻജൻറ്റ് വെക്ടറിൻ്റെ കമ്പോണൻസ് ആയിട്ട് എഴുതുന്നത് dy/dt എന്ന് വേണം. മുമ്പേ dxi/dt എഴുതിയ പോലെ ഇവിടെ dyi/dt, വേറെ i ഈക്വൽസ് 1 2 3 എക്സെട്ര n. അപ്പോൾ ദി കമ്പോണൻസ് ഓഫ് ടാൻജൻറ്റ് വെക്ടർ ഫോർ ആൻ ഒബ്സർവർ ഇൻ ദി y സിസ്റ്റം are given by dyi/dt. ഇനി നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം, dyi/dt ഈക്വൽസ് dyi/dx ആൽഫ. ഇതൊരു ഡമ്മി ഇൻഡെക്സ് സൂപ്പർസ്ക്രിപ്റ്റായ ആൽഫ. dyi/dx ഡോ yi/x ആൽഫ ഇൻറ്റു dx ആൽഫ/dt എന്നിത് റീറൈറ്റ് ചെയ്യാം. ഇത് ഇക്വേഷൻ വേണമെന്നിരിക്കട്ടെ. ഇതുപോലെ dxi/dt ഈക്വൽസ് ഡോ xi/ഡോ y ആൽഫ ഇൻറ്റു dy ആൽഫ/dt ഇക്വേഷൻ ടി. വി ക്യാൻ മേക്ക് എ ജനറലൈസേഷൻ. ഈ ഇക്വേഷൻ 1നെ ഒന്ന് ജനറലൈസ് ചെയ്യുന്നു. എനി സെറ്റ് ഓഫ് നമ്പേഴ്സ് ai, ഇവിടെ dyi/dt അല്ലെ dxi/dt എന്നൊക്കെ പറയുന്ന സ്ഥാനത്ത് നമ്മൾ ai സെറ്റ് ഓഫ് നമ്പേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി കോർഡിനേറ്റ്സ് x1 x2 എക്സെട്ര xn which transforms according to the law a bar i. ഈ x y എന്നുള്ളത് നമ്മൾ എക്സും എക്സ് ബാറുമായിട്ട് സിമ്പൽ കൊടുക്കുന്നു. അപ്പോൾ എ ബാർ ഐ ഓഫ് എക്സ് ബാർ ഐ x2 x bar 1 x bar 2 എക്സെട്ര x bar n ഈക്വൽസ് ഡോ yi/ഡോ xi പകരം ഡോ എക്സ് ബാർ ഐ ബൈ ഡോ എക്സ് ആൽഫ ഇൻറ്റു ഇതിന് പകരം എ ആൽഫ ഓഫ് x1 x2 x3 എക്സെട്ര xn. അണ്ടർ ദി കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ഇവിടെ ഇപ്പോൾ y എക്സിന് പകരം പുതുതായിട്ട് നമ്മൾ കൊണ്ടുവന്ന സിമ്പല എക്സ് ബാറും വൈക്ക് പകരം എക്സ് ബാർ, എക്സിന് പകരം എക്സ് തന്നെ. അപ്പോൾ അണ്ടർ ദി ട്രാൻസ്ഫോർമേഷൻ എക്സ് ബാർ ഐ ഈക്വൽസ് എക്സ് ബാർ ഐ ഓഫ് x1 x2 etc. xn are said to be the components of a contravariant tensor. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മുടെ വെക്ടർ ഏതാണോ അതിൻ്റെ കമ്പോണൻസാണ് dx1/dt dx2/dt എക്സെട്ര. അപ്പോൾ ഈ കമ്പോണൻസ് എല്ലാം കൂടെ ചേർന്ന് നമുക്ക് ആ ടാൻജൻറ്റ് വെക്ടർ എക്സ് സിസ്റ്റത്തിൽ കിട്ടും. ഇതേ വെക്ടറിൻ്റെ വൈ സിസ്റ്റത്തിലെ ടാൻജൻറ്റ് വെക്ടറിൻ്റെ കമ്പോണൻസ് ആണ് dy1/dt dy2/dt എക്സെട്ര dyn/dt. പക്ഷേ വൈ സിസ്റ്റത്തിൽ ഇവിടെ ഇപ്പോൾ എക്സ് ബാർ സിസ്റ്റം പുതിയ നൊട്ടേഷൻ അനുസരിച്ച് ഇപ്പോൾ വൈ സിസ്റ്റം എന്ന് ഞാൻ പറയുന്നു. വൈ സിസ്റ്റത്തിൽ dxi/dt എന്ന് പറയുന്നത് ടാൻജൻറ്റ് വെക്ടറിൻ്റെ കോമ്പോണൻസ് അല്ല. കാരണം അത് എക്സ് സിസ്റ്റത്തിന് മാത്രം, എക്സ് സിസ്റ്റത്തിലുള്ള ഒബ്സർവർക്ക് അത് അതിൻ്റെ ടാൻജൻറ്റ് വെക്ടറിൻ്റെ ഈ സ്പേസ് കർവിൻ്റെ ടാൻജൻറ്റ് വെക്ടറിൻ്റെ കമ്പോണൻസ് ആയിട്ട് മനസ്സിലാവും. വൈ സിസ്റ്റത്തിൽ ഇത് ടാൻജൻറ്റ് വെക്ടറിൻ്റെ കമ്പോണൻസ് അല്ല dxi/dt. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്റ്റ് ചെയ്യുന്ന
ഇക്വേഷൻസാ ഇത്. അത് നമ്മൾ ജനറലായിട്ട് ഈ ഫോമിൽ എഴുതിയത്. ഏത് സിസ്റ്റം, ഏത് നമ്പർ ക്വാണ്ടിറ്റി വൈ സിസ്റ്റം അല്ല എക്സ് ബാർ സിസ്റ്റത്തിൽ ഒരു നമ്പർ സിസ്റ്റം നമ്പർ അല്ലെ ക്വാണ്ടിറ്റി എ ബാർ ആയി, അത് വൈ സിസ്റ്റത്തിൽ എക്സ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇത്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടറാണ് ഡി എക്സ് ബാർ ഐ ബൈ ഡോ എക്സ് ബാർ ഐ ബൈ ഡോ എക്സ് ആൽഫ. അപ്പോൾ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇവിടെ വെക്റ്റർ മാറുന്നില്ല. ഈ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത് കൊണ്ട് വെക്റ്ററിൻ്റെ കമ്പോണൻസ് എക്സ് സിസ്റ്റത്തിലെ കമ്പോണൻസ് അല്ല വൈ സിസ്റ്റത്തിൽ വരുമ്പോൾ ഉണ്ടാകുക. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഒരു വെക്റ്ററിൻ്റെ കമ്പോണൻസ് മാറും, പക്ഷേ വെക്റ്റർ മാറുന്നില്ല. അപ്പോൾ ഈ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ കോൺട്രാവേരിയൻ്റ് എന്ന് പറയുക. കമ്പോണൻസ് മാറുന്നു, പക്ഷേ വെക്റ്ററിന് മാറ്റമൊന്നും വരുന്നില്ല. രണ്ട് സിസ്റ്റത്തിൽ നിൽക്കുന്നവർക്കും രണ്ട് സിസ്റ്റത്തിലും ഈ വെക്റ്റർ സെയിം തന്നെ, അൺഅഫക്റ്റഡാണ്. അപ്പോൾ എ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ഡസ് നോട്ട് ഗിവ് എ ന്യൂ വെക്റ്റർ. It merely changes the components of the same vector. Thus, a contravariant vector is invariant under coordinate transformation. ആ വെക്റ്റർ ഇൻവേരിയൻ്റ് ആ, പക്ഷേ വെക്റ്ററിൻ്റെ കമ്പോണൻസ് മാറുന്നു. ഇനി ഇതുമായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമ്മൾ വെക്റ്റർ ഇപ്പോൾ 3 ഡയമെൻഷൻ കേസ് എടുത്താൽ ഒരു വെക്റ്ററിന് 3 കമ്പോണൻസ് ഉണ്ട്. എക്സ് കമ്പോണൻ്റ്, വൈ കമ്പോണൻ്റ്, ഇസഡ് കമ്പോണൻ്റ്. ഈ ഓരോ ഡയറക്ഷനിൽ ഓരോ കമ്പോണൻ്റ് വീതമേ ഉള്ളൂ. ഇപ്പം n ഡയമെൻഷനിലെടുത്താലും അതിൽ ഓരോ കോർഡിനേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കമ്പോണൻ്റ് സാധാരണ വെക്റ്ററിനുള്ളൂ. അതുകൊണ്ട് അതിനെ ടെൻസർ ഓഫ് റാങ്ക് 1 എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ടാൻജൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് വെക്റ്റർ ഓഫ് ടെൻസർ ഓഫ് റാങ്ക് 1. അപ്പോൾ ഇതിൽ ഒരു ടെൻസർ ജനറലായിട്ട് ഇപ്പോൾ വെക്റ്റർ റാങ്ക് 1 ഉള്ള ടെൻസർ വെക്റ്റർ. അപ്പോൾ ഇത് ഏത് റാങ്ക് ഉള്ള ടെൻസറിനും ആപ്ലിക്കബിളാണ്. അതിൻ്റെ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ഈ ടെൻസറിന് മൊത്തത്തോടെ മാറ്റം വരുന്നില്ല, പക്ഷേ അതിൻ്റെ കമ്പോണൻസ് മാത്രം ട്രാൻസ്ഫോർമേഷൻ മൂലം മാറുന്നു. അങ്ങനെയുള്ള ടെൻസറിനെ കോൺട്രാവേരിയൻറ്റ് ടെൻസർ എന്ന് പറയുക. നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് കോൺട്രാവേരിയൻറ്റ് ടെൻസർ ഓഫ് റാങ്ക് 1, അതായത് നമ്മുടെ സാധാരണ വെക്റ്റർ എന്ന് പറയും. എങ്കിലും ഈ വെക്റ്റർ സാധാരണ ഫോഴ്സ് വെക്റ്റർ, വെലോസിറ്റി വെക്റ്റർ, ഇതൊക്കെ നമ്മൾ വേറൊരു രീതിയിലാണ് കാണുക. അത് ഞാൻ പുറകെ ചർച്ച ചെയ്യും, ആക്സിയൽ വെക്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓൾജിബ്രായും ഒക്കെ ചർച്ച ചെയ്യണം, കോവേരിയൻ്റ്, പിന്നെ ഹൈ റാങ്ക്, ക്രിസ്റ്റഫർ സിംബൽ ആൻഡ് സോ ഓൺ. We will see in the next postings, continuous postings. Thank